ഹായ്, ഏവർക്കും BBY ITI കൽപ്പഞ്ചേരിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിവ്യ, ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡ് ഇൻസ്ട്രക്ടർ. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. തൊട്ട് മുമ്പ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് DSO, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്തൊക്കെയാണ് എന്നാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ഫങ്ഷൻസ്, ഓസിലോസ്കോപ്പിലെ ഓരോ പാർട്ടിനെയും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വരുന്ന പ്രധാനമായിട്ടും 5 തരത്തിലാണ് വരുന്നത്. സെറ്റിംഗ് അപ്പ് ദി ഓസിലോസ്കോപ്പ്, ഒരു ഓസിലോസ്കോപ്പിനെ എങ്ങനെ സെറ്റ് ചെയ്യും. 2 ട്രിഗറിങ്, അതിനെ ട്രിഗർ ചെയ്യിക്കാം. 3 അക്വയറിങ് സിഗ്നൽസ്, ഒരു സിഗ്നലിനെ അക്വിസിഷൻ നടത്താം. നെക്സ്റ്റ് സ്കെയിലിംഗ് ആൻഡ് പൊസിഷനിങ് വേവ്ഫോം, വേവ്ഫോമിൻ്റെ സ്കെയിലിങ്ങും പൊസിഷനിങ്ങും എങ്ങനെ നടത്താം. നെക്സ്റ്റ് മെഷറിങ് വേവ്ഫോം, എന്നിട്ട് വേവ്ഫോമിനെ മെഷർ ചെയ്യണം. അതിൻ്റെ വോൾട്ടേജ്, പീക്ക് വോൾട്ടേജ് തുടങ്ങിയ പാരാമീറ്റേഴ്സ് എല്ലാം മെഷർ ചെയ്യണം. അതിൽ ഫസ്റ്റ് സെറ്റിംഗ് അപ്പ് ദി ഓസിലോസ്കോപ്പ്. സെറ്റിംഗ് അപ്പ് ദി ഓസിലോസ്കോപ്പ് പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. ഓട്ടോ സെറ്റ്, സേവിങ് എ സെറ്റപ്പ് ആൻഡ് റീകോളിംഗ് എ സെറ്റപ്പ്. ഓട്ടോ സെറ്റ് ഫംഗ്ഷനിൽ സ്റ്റേബിൾ വേവ്ഫോം നമുക്ക് എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് വെർട്ടിക്കൽ സ്കെയിലും ഹൊറിസോണ്ടൽ സ്കെയിലും ട്രിഗർ സെറ്റിങ്സും നടത്തും. അവിടെ വരുന്ന സിഗ്നൽസ് എങ്ങനെയാണോ അതിനനുസരിച്ച് അതിൻ്റെ ഗ്രാറ്റിക്യൂൾ ഏരിയയിൽ ആ മെഷർമെൻറ്റ് നടത്തും. ഇതാണ് ഒരു ഓട്ടോസെറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് സേവിങ് എ സെറ്റപ്പ്. സേവിങ് എ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അവിടെ വന്ന സിഗ്നൽസിനെ എങ്ങനെ അതിൽ സേവ് ചെയ്യും. നമ്മൾ പവർ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, അതിൽ സേവ് ചെയ്ത് വയ്ക്കും. സേവ് ചെയ്തത് നെക്സ്റ്റ് നമ്മൾ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചെയ്യും, റീകോൾ ചെയ്യും, അതിനെ വീണ്ടെടുക്കും സിഗ്നൽസിനെ. അതാണ് സേവിങ് എ സെറ്റപ്പ് എന്ന് പറയുന്നത്. റീകോളിംഗ് എ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ദ ഓസിലോസ്കോപ്പ് ക്യാൻ റീകോൾ ദ ലാസ്റ്റ് സെറ്റപ്പ് ബിഫോർ പവർ ഓഫ് എനി ഓഫ് യുവർ സേവ് സെറ്റപ്പ് ഓർ ദി ഡിഫോൾട്ട് സെറ്റപ്പ്. എവിടെയാണോ ഡിഫോൾട്ട് സെറ്റപ്പ് ആണോ അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റപ്പ് ആണോ ഏതാണെന്ന് വെച്ചാൽ അതിനെന്ത് ചെയ്യും, റീകോൾ ചെയ്യും. ഈ ഡിഫോൾട്ട് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചേഴ്സ് ചെയ്യുന്ന ഇതാണ് ഡിഫോൾട്ട് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ഡിഫോൾട്ട് സെറ്റപ്പ് ബട്ടൺ ഉണ്ടായിരിക്കും, അത് നോർമൽ ഓപ്പറേഷനാണ്. നെക്സ്റ്റ് ട്രിഗറിങ്. ഒരു ട്രിഗറിങ് കൊടുത്ത് ആ ഓസിലോസ്കോപ്പിൽ എങ്ങനെ ഡാറ്റ അക്വസിഷൻ നടത്താം, അതാണ് ഈ ട്രിഗറിങ്ങിൽ പറയുന്നത്. ട്രിഗറിങ് ഡിറ്റർമിൻസ് വെദർ ഓസിലോസ്കോപ്പ് സ്റ്റാർട്ട് ടു എക്വയർ ഡാറ്റ ആൻഡ് ഡിസ്പ്ലേ വേവ്ഫോം. എങ്ങനെ ഒരു ഓസിലോസ്കോപ്പിൽ ഡാറ്റ അക്വസിഷൻ നടത്താം, അതുപോലെ എങ്ങനെ ഒരു വേവ്ഫോം ഡിസ്പ്ലേ ചെയ്യുക, അതൊക്കെ ട്രിഗറിങ് ഇടുന്നത്. നമ്മൾ കൊടുക്കുന്ന ട്രിഗറിങ് അനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ഡിസ്പ്ലേ നമുക്ക് എന്തായി മാറ്റും, അവിടെ ഒരു മീനിങ് വേവ്ഫോമാക്കി മാറ്റും. അവിടെ നെക്സ്റ്റ് വരുന്നത് റൺ സ്റ്റോപ്പ് അല്ലെങ്കിൽ സിംഗിൾ സീക്വൻസ് ബട്ടൺസ് ആണ്. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും അവിടെ നടക്കുന്ന ഫങ്ഷൻസ് എന്ന് പറയും. അക്വയർസ് ഇനഫ് ഡാറ്റ ടു ഫിൽ ദ പോർഷൻ ഓഫ് ദ വേവ്ഫോം റെക്കോർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ദി ട്രിഗർ പോയിന്റ്. ദിസ് ഈസ് കോൾഡ് ദി പ്രീട്രിഗർ. acquires enough data to fill the portion of the waveform record to the left of the trigger point. ട്രിഗർ പോയിന്റിൽ അവിടെ എന്ത് ചെയ്യാം, സിഗ്നൽസിനെ ഫില്ല് ചെയ്യാം. കണ്ടിന്യൂസ് ടു അക്വയർ ഡാറ്റ വൈൽ വെയിറ്റിംഗ് ഫോർ ട്രിഗർ കണ്ടീഷൻ ടു ഒക്കെ. സിഗ്നൽസ് കിട്ടിയിട്ട് അതിനെന്ത് ചെയ്യുക, അക്വയർ ഡാറ്റ, ആ ഡാറ്റ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് നിർത്തുക. ഡിറ്റക്ട്സ് ട്രിഗർ കണ്ടീഷൻ, ആ ട്രിഗർ കണ്ടീഷൻ എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യുക. കണ്ടിന്യൂസ് ടു അക്വയർ ഡാറ്റ അൺടിൽ വേവ്ഫോം റെക്കോർഡ് ഈസ് ഫുൾ. വേവ്ഫോം റെക്കോർഡ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യുക, ആ ഡാറ്റ അക്വയറിങ് അത് കണ്ടിന്യൂസ് ആയിട്ട് നിർത്തുക. ഡിസ്പ്ലേസ് ദ ന്യൂലി അക്വയർഡ് വേവ്ഫോം. ലാസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുക, നമുക്ക് കിട്ടിയിരിക്കുന്ന വേവ്ഫോമിനെ ഡിസ്പ്ലേ ചെയ്യുക. ഇത്രയും ഫങ്ഷൻസ് ആണ് നടക്കുന്നത്. For edge and pulse triggers, the oscilloscope counts the rate at which trigger events occur to determine trigger frequency and displays the frequency in the lower right corner of the frequency. ഇനി എഡ്ജ് ആൻഡ് പൾസ് ട്രിഗേഴ്സ്, അതിൻ്റെ ലോവർ റൈറ്റ് കോർണറിൽ അവിടെ എന്ത് ചെയ്യും, ഫ്രീക്വൻസി
ഡിസ്പ്ലേ ചെയ്യും. സോഴ്സ്, ഒരു സോഴ്സ്, ട്രിഗർ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സിഗ്നൽ ആവാം. അത് എക്സ്റ്റേണൽ, നമ്മളൊരു ചാനൽ BNC ചാനൽ വഴി കൊടുക്കുന്ന ഒരു സിഗ്നൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ട്രിഗറിങ് BNC വഴി കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ AC പവർ ലൈൻ, എഡ്ജ് ട്രിഗറിൽ നിന്ന് AC പവർ ലൈനിൽ നിന്ന് കൊടുക്കുന്ന ഒരു സിഗ്നൽ ആയിരിക്കാം. അതാണ് സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ടൈപ്പ്, ഓസിലോസ്കോപ്പ് പ്രൊവൈഡ്സ് 3 types ഓഫ് ട്രിഗറിങ്. 3 തരത്തിൽ ട്രിഗറിങ് നടക്കുന്നുണ്ട്. എഡ്ജ് ട്രിഗറിങ്, വീഡിയോ ആൻഡ് പൾസ് വിഡ്ത്ത് ട്രിഗറിങ്. എഡ്ജ് ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ ആ എഡ്ജ്, ഒരു സിഗ്നലിൻ്റെ എഡ്ജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടെ ട്രിഗറിങ് നടത്തും. മോഡ്സ്, എ ട്രിഗർ മോഡ് ടു ഡിഫൈൻ ഹൗ ദ ഓസിലോസ്കോപ്പ് അക്വയർസ് ഡാറ്റ വെൻ ഇറ്റ് ഡസ് നോട്ട് ഡിറ്റക്ട് എ ട്രിഗർ കണ്ടീഷൻ. എങ്ങനെയാണ് ഓസിലോസ്കോപ്പ് ഒരു ഡാറ്റ അക്വിസിഷൻ നടത്തുന്നത്, അതിലേക്കൊരു സിഗ്നൽ കൊടുക്കാതെ തന്നെ എങ്ങനെ അതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു, അതാണ് മോഡ്സ്. ദ മോഡ്സ് ആർ ഓട്ടോ ആൻഡ് നോർമൽ. അതിൽ ഓട്ടോ ഉണ്ട്, നോർമൽ മോഡുണ്ട്. ടു പെർഫോം എ സിംഗിൾ സീക്വൻസ് അക്വസിഷൻ പുഷ് ദി സിംഗിൾ സീക്വൻസ് ബട്ടൺ. ഒരു സിംഗിൾ സീക്വൻസ് അക്വസിഷൻ ആണെങ്കിൽ അവിടെ സിംഗിൾ സീക്വൻസ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യാം. കപ്ലിംഗ്, ദ ട്രിഗർ കപ്ലിംഗ് ഓപ്ഷൻ ടു ഡിറ്റർമൈൻ വിച്ച് പാർട്ട് ഓഫ് ദ സിഗ്നൽ വിൽ പാസ് ടു ദി ട്രിഗർ സർക്യൂട്ട്. ഈ ട്രിഗർ കപ്ലിംഗ് ഓപ്ഷനാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഒരു സിഗ്നലിൻ്റെ ഏത് പാർട്ട് ട്രിഗർ സർക്യൂട്ടിലേക്ക് പോകണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദിസ് ക്യാൻ ഹെൽപ്പ് യു അറ്റൈൻ എ സ്റ്റേബിൾ ഡിസ്പ്ലേ ഓഫ് വേവ് ഫോം. ഒരു സ്റ്റേബിൾ വേവ് ഫോം ഡിസ്പ്ലേ ചെയ്യും. ടു യൂസ് ട്രിഗർ കപ്ലിംഗ്, പുഷ് ട്രിഗർ മെനു ബട്ടൺ. അതിൽ ട്രിഗർ മെനു ബട്ടൺ പ്രസ് ചെയ്യുക. സെലക്ട് ആൻ എഡ്ജ് ഓർ പൾസ് ട്രിഗർ. അതിൽ ഓപ്ഷൻസ് എഡ്ജ്, പൾസ് ട്രിഗർ ആൻഡ് സെലക്ട് എ കപ്ലിംഗ് ഓപ്ഷൻ വരും. ഒരു ട്രിഗർ കപ്ലിംഗ് എഫക്ട്സ് ഓൺലി സിഗ്നൽ പാസ് ടു ദ ട്രിഗർ സിസ്റ്റം. ട്രിഗർ സിസ്റ്റത്തിലേക്ക് പോകുന്ന സിഗ്നലിനെ മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ. അത് അതിൻ്റെ ബാൻഡ് വിഡ്ത്തിനെയോ അല്ലെങ്കിൽ കപ്ലിങ്ങിനെയോ എന്ത് ചെയ്യുന്നില്ല, അത് എഫക്റ്റ് ചെയ്യുന്നില്ല. പൊസിഷൻ, the horizontal position control establish the time between the trigger and the screen center. സ്ക്രീൻ സെൻറ്ററും ട്രിഗറും തമ്മിലുള്ള ആ കൺട്രോൾ, അതാണ് അവിടെ പൊസിഷൻ ചെയ്യുന്നത്. പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പ് ഡൗൺ മൂവ്മെൻറ്റിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്ലോപ്പ് ആൻഡ് ലെവൽ, സ്ലോപ്പ് ആൻഡ് ലെവൽ കൺട്രോൾ ഹെൽപ്പ് ടു ഡിഫൈൻ ദി ട്രിഗർ. സ്ലോപ്പ് ആൻഡ് ലെവലാണ് എന്ത് ചെയ്യുന്നത്, ട്രിഗറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ദ സ്ലോപ്പ് option determines whether the oscilloscope find the trigger point on the rising or falling edge of the signal. സ്ലോപ്പ് ഓപ്ഷനിലാണ് റൈസിങ് ടൈം ആണോ അതുപോലെ തന്നെ എന്താണ് റൈസിങ് എഡ്ജ് ആണോ ഫോളിങ് എഡ്ജ് ആണോ അതിനെ ട്രിഗർ ചെയ്യുന്നതെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദ ട്രിഗർ ലെവൽ നോബ് കൺട്രോൾസ് വെർ ഓൺ ദി എഡ്ജ് ദ ട്രിഗർ പോയിന്റ് ഒക്കേഴ്സ്. ഇനി അക്വയറിങ് സിഗ്നൽ, ഒരു സിഗ്നലെ അക്വയർ ചെയ്യുന്നു. ഓസിലോസ്കോപ്പിലേക്ക് ഒരു സിഗ്നൽ അക്വയർ കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അതിനെ ഡിജിറ്റൈസ് ചെയ്യും, ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്യും. The acquisition mode defines how the signal is registered and the base setting affects the time span of level of detail in the acquisition. അതായത് അതിനെ എങ്ങനെ ഡിജിറ്റൈസ് ചെയ്യാം, അതാണ് അക്വസിഷൻ ഓഫ് സിഗ്നൽസ് വരുന്നത്. ഇനി അക്വസിഷൻ മോഡ് എന്ന് പറയാം, അവിടെ 3 തരത്തിലുണ്ട്. സാമ്പിൾ, പീക്ക് ഡിറ്റക്റ്റ് ആൻഡ് ആവറേജ്. സാമ്പിൾ എന്ന് പറയാം, ഇൻ ദിസ് അക്വസിഷൻ മോഡ് ദ ഓസിലോസ്കോപ്പ് സാമ്പിൾസ് ദ സിഗ്നൽ ഈവൻലി സ്പേസ്ഡ് ഇൻ്റർവെൽസ് ടു കൺസ്ട്രക്ട് ദ വേവ് ഫോം. വരുന്ന സിഗ്നലിനെ സാമ്പിൾ ചെയ്ത്, അതായത് ഒരു സ്പേസ്ഡ് ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യുക, ഒരു വേവ് ഫോമായിട്ട് കൺസ്ട്രക്ട് ചെയ്യുക, അതാണ് സാമ്പിൾ എന്ന് പറയുന്നത്. However, this mode does not acquire rapid variation in the signal that may occur between samples. This can result in aliasing and may cause narrow pulses to be missed. സാമ്പിൾ ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയ നാരോ പൾസസ് എന്ത് ചെയ്യും, മിസ് ചെയ്യും. ഇൻ ദീസ് കേസസ് യു ഷുഡ് യൂസ് ദി പീക്ക് ഡിറ്റക്ട് മോഡ് ടു അക്വയർ ഡാറ്റ. സാമ്പിൾ ചെയ്യുന്ന സമയത്ത് പീക്ക് ചെറിയ നാരോ പൾസ് മിസ്സാണെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കാം, പീക്ക് ഡിറ്റക്റ്റ് മോഡ് ഉപയോഗിക്കാം. ഇനി പീക്ക് ഡിറ്റക്റ്റ്, in this acquisition mode the oscilloscope find the highest and lowest value of the input signal over each sample interval and uses these values to display the waveform. പീക്ക് ഡിറ്റക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേവ് ഫോമിൽ പീക്ക് ഹയസ്റ്റ് വാല്യൂ ഉണ്ടാവും, അതേപോലെ ലോവസ്റ്റ് വാല്യൂ ഉണ്ടാവും. ഈ സാമ്പിൾ ചെയ്ത സിഗ്നലിനെ ഹയസ്റ്റ് വാല്യൂവിനെയും ലോവസ്റ്റ് വാല്യൂവിനെയും ഡിറ്റക്റ്റ് ചെയ്യാനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പീക്ക്
ഡിറ്റക്റ്റ് എന്ന് പറയുന്നത്. ഇൻ ദിസ് വേ ദ ഓസിലോസ്കോപ്പ് ക്യാൻ അക്വയർ ആൻഡ് ഡിസ്പ്ലേ നാരോ പൾസസ് വിച്ച് മേ ഹാവ് അതർവൈസ് മിസ്ഡ് ഇൻ സാമ്പിൾ മോഡ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റും ലോവസ്റ്റും നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഡിസ്പ്ലേ ചെയ്യും. നോയ്സ് വിൽ അപ്പിയർ ടു ബി ഹയർ ഇൻ ദിസ് മോഡ്. പക്ഷേ ഈ മോഡിൽ പീക്ക് ഡിറ്റക്ട് എന്ന് പറയുന്ന മോഡിലാണ് എന്ത് നോയ്സ് കൂടുതലാകുന്നത്. ആവറേജ്. In this acquisition mode, the oscilloscope acquires several waveforms, averages them and displays the resulting waveform. You can use this mode to reduce random noise. Random noise ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആവറേജ് ഉപയോഗിക്കുന്നത്. Time based. The oscilloscope digitizes waveform by acquiring the value of the input signal at a discrete point. The time base allows to control how often values are digital. Time base control എങ്ങനെയാണ്, ഹൗ ഓഫൺ വാല്യൂസ് ആർ ഡിജിറ്റൈസ്ഡ്, അതെങ്ങനെ ഡിജിറ്റൈസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈം ബേസ്. ടു അഡ്ജസ്റ്റ് ദ ടൈം ബേസ് ടു ഹൊറിസോണ്ടൽ സ്കെയിൽ ദാറ്റ് സ്യൂട്ട്സ് യുവർ പർപ്പസ് യൂസ് ദി സെക്കൻഡ് പെർ ഡിവിഷൻ നോബ്. സാധാരണ ഒരു ഓസിലോസ്കോപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ സെക്കൻഡ് പെർ ഡിവിഷൻ നോബ് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ടൈം പെർ ഡിവിഷൻ മാറുന്നു. സ്കെയിലിംഗ് ആൻഡ് പൊസിഷനിങ്. യു ക്യാൻ ചേഞ്ച് ദ ഡിസ്പ്ലേ ഓഫ് വേവ്ഫോം ബൈ അഡ്ജസ്റ്റിംഗ് ദ സ്കെയിൽ ആൻഡ് പൊസിഷൻ. When you change the scale, the waveform display will increase or decrease in size. അപ്പോൾ അവിടെ സ്കെയിലിംഗ് ആൻഡ് പൊസിഷൻ നോബ് അത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനെന്ത് ചെയ്യും, അതിൻ്റെ പൊസിഷൻ സ്കെയില് ചേഞ്ച് ചെയ്യും, സ്കെയില് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ പൊസിഷനും അപ്പ് ഡൗൺ പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ദ ചാനൽ റെഫറൻസ് ഇൻഡിക്കേറ്റർ identify each waveform record display. The indicator points to the ground level of the waveform. ഒരു ഗ്രൗണ്ട് ലെവലിലായിരിക്കും അതിനെന്ത് വേവ്ഫോം റെക്കോർഡ് ചെയ്യുന്നത്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അതിൻ്റെ പൊസിഷൻ മൂവ് ചെയ്യാൻ, അതായത് അപ്പും ഡൗൺ ആക്കി പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ, അതുപോലെ എന്താണ് സ്കെയിലിങ്ങും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി വെർട്ടിക്കൽ സ്കെയിൽ ആൻഡ് പൊസിഷൻ. വെർട്ടിക്കൽ പൊസിഷൻ ചേഞ്ച് ചെയ്യാനാണ് വെർട്ടിക്കൽ സ്കെയിൽ ആൻഡ് പൊസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പ് ഡൗൺ, അതായത് വെർട്ടിക്കലായിട്ട് അപ്പ് ഡൗൺ മൂവ്മെൻറ്റ്. ടു കമ്പയർ ഡാറ്റ യു ക്യാൻ അലൈൻ എ വേവ്ഫോം എബവ് അനദർ or you can align waveforms on the top of each other. You can change the vertical scale of a waveform. The waveform display will contract or expand above the ground line. നമ്മൾ ആ വെർട്ടിക്കൽ സ്കെയിൽ ആൻഡ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ വെർട്ടിക്കൽ ആയിട്ടുള്ള സൈസിൽ വ്യത്യാസം വരുന്നു. ഹൊറിസോണ്ടൽ സ്കെയിൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എന്താണ് ആ വേവ് ഫോമിൻ്റെ ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങും പൊസിഷനിലും വ്യത്യാസം വരുന്നു. ഇനി എങ്ങനെയാണ് അതിൽ മെഷർമെൻ്റ് എടുക്കുന്നത്, ഒരു വേവ് ഫോം മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. The oscilloscope displays graphs of voltage versus time and can help to measure displayed waveform. There are several ways to take measurement. You can use the graticule, the cursors or an automated measurement. ഒരു DSOന് എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുന്നത്? 3 തരത്തിലാണ്. ഒന്ന് ഗ്രാറ്റിക്യൂൾ മെത്തേഡ്, 2 കേഴ്സ് ഉപയോഗിച്ചിട്ട്, 3 ഓട്ടോമേറ്റഡ് മെഷർമെൻറ്റ്. നമുക്ക് DSOയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അതിൽ മെഷർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും അതിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സിഗ്നൽ, അപ്പോൾ 2 കേഴ്സേഴ്സ് ഉണ്ടായിരിക്കും, കേഴ്സർ 1ഉം കേഴ്സർ 2ഉം. കേഴ്സർ 1 നമ്മൾ എന്ത് ചെയ്യുക, ഒരു പീക്ക് ലെവലിൽ, പോസിറ്റീവ് പീക്ക് ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് പീക്ക് ലെവലിലേക്കും നിർത്തുക. കേഴ്സർ 2 ആണെങ്കിൽ അതെന്താണ് ലോവസ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് പീക്കിലേക്കും കൊടുക്കുക. അപ്പോൾ അത് തമ്മിൽ ഡിഫറൻസ് അവിടെ ഡെൽറ്റ ആയിട്ട് കാണിക്കും. ഈ ഗ്രാറ്റിക്യൂൾ എന്ന് പറഞ്ഞാൽ വിഷ്വൽ സീക്വൻസ്, വിഷ്വലായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ് എങ്ങനെയാണ് ഒരു ഓസിലോസ്കോപ്പിൽ വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. അതായത് ആ സ്ക്രീനിൽ, ഇപ്പോൾ ഈ സ്ക്രീനിൽ ഒരു പീക്ക് സിഗ്നൽ എത്രയാണ്, അതിൻ്റെ നെഗറ്റീവ് ടു പോസിറ്റീവ് പീക്ക് വരെ എത്ര ഡിവിഷൻ ഉണ്ടെന്ന്, ആ ഡിവിഷൻ അനുസരിച്ച് അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ട് പെർ ഡിവിഷനും കൂടി മെഷർ ചെയ്യുക. അപ്പോൾ ഇവിടെ 5 സ്കെയിലാണ്, 5 ഡിവിഷനാണ് നമ്മൾ ഉപയോഗിച്ചു. അവിടെ വരുന്ന വോൾട്ട് പെർ ഡിവിഷൻ എന്ന് പറയുന്നത് 100 മില്ലി വോൾട്ട് പെർ ഡിവിഷൻ ആണെങ്കിൽ
അതിൻ്റെ വോൾട്ട് എന്ന് പറഞ്ഞാൽ 500 മില്ലി വോൾട്ട് ആയിരിക്കും. ഇനി കേഴ്സേഴ്സ്. ദിസ് മെത്തേഡ് അലോസ് ടു ടേക്ക് മെഷർമെൻറ്റ് ബൈ മൂവിങ് ദ കേഴ്സർ. ആ കേഴ്സർ മൂവ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ചെയ്യാൻ പറ്റും. ഇതിൽ വരുന്ന ആ വാല്യൂ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ആ പോസിറ്റീവ് പീക്ക് എത്രയാണെന്ന് കാണിക്കും, നെഗറ്റീവ് പീക്ക് എത്രയാണ് കാണിക്കും, അതിന് തമ്മിലുള്ള ഡിഫറൻസ് എത്രയെന്നുള്ളതും എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. 2 ടൈപ്പ് കേഴ്സേഴ്സ് ഉണ്ട്, വോൾട്ടേജും ടൈമും. വെൻ we use cursors, be sure to set up source to the waveform on the display that want to measure. To use cursors, push the cursor button. Cursor ഉപയോഗിച്ചിട്ടാണ് മെഷർ ചെയ്യുമെങ്കിൽ cursor button പ്രസ് ചെയ്യണം. Voltage cursors. Voltage cursors appear the horizontal line on the display and measure the vertical parameters. വോൾട്ടേജ് കഴ്സർ ആണെങ്കിൽ അതിൻ്റെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ ആയിരിക്കും. ആ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈന് വെർട്ടിക്കൽ മെഷർമെൻറ്റ് നടത്തും. തന്നിരിക്കുന്ന ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ കഴ്സർ ഹൊറിസോണ്ടൽ ലൈനാണ്, അത് പോസിറ്റീവ് പീക്കും നെഗറ്റീവ് പീക്കും ഡിറ്റർമിൻ ചെയ്യും. ഇനി ടൈം കഴ്സേഴ്സ് ആണെങ്കിൽ ടൈം കഴ്സേഴ്സ് വിൽ അപ്പിയർ ആസ് വെർട്ടിക്കൽ ലൈൻ ഓൺ ദ ഡിസ്പ്ലേ ആൻഡ് മെഷർ ദി ഹൊറിസോണ്ടൽ പാരാമീറ്റേഴ്സ്. വെർട്ടിക്കൽ ലൈനായിട്ട് ടൈം കഴ്സർ എന്ന് പറഞ്ഞാൽ 2 വെർട്ടിക്കൽ ലൈൻസ് ആയിരിക്കും, അത് ആ ടൈം ഹൊറിസോണ്ടൽ പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യും. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ അതിലൊരു മെഷർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഇതിൻ്റെ പീക്ക് വോൾട്ടേജ് എത്രയാണ്, പീക്ക് ടു പീക്ക് വോൾട്ടേജ് എത്രയാണ്, ഫ്രീക്വൻസി എത്ര, എല്ലാ പാരാമീറ്റേഴ്സും സ്ക്രീനിൽ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇനി അക്വയർ എന്ന് പറഞ്ഞാൽ പുഷ് ദ അക്വയർ ബട്ടൺ ടു സെറ്റ് അക്വസിഷൻ പാരാമീറ്റേഴ്സ്. അവിടെ വരുന്ന അതിൻ്റെ ഫങ്ഷൻസ് ആണ്, അതിൽ വരുന്ന ഓപ്ഷൻസ് ആണ്. സാമ്പിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ, അപ്പോൾ കമൻറ്റ് യൂസ് ടു അക്വയർ ആൻഡ് അക്യുറേറ്റ്ലി ഡിസ്പ്ലേ മോസ്റ്റ് വേവ് ഫോംസ്. ദിസ് ഈസ് ഡിഫോൾട്ട് മോഡ്, അതൊരു ഡിഫോൾട്ട് മോഡാണ്. പീക്ക് ഡിറ്റക്റ്റ് യൂസ് ടു ഡിറ്റക്റ്റ് ഗ്ലിച്ചസ് ആൻഡ് റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് എലിസിങ്. ആ പീക്ക് ഡിറ്റക്റ്റ് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇനി ആവറേജ് യൂസ് ടു റെഡ്യൂസ് റാൻഡം ഓർ അൺകോറിലേറ്റഡ് നോയ്സ് ഇൻ ദ സിഗ്നൽ ഡിസ്പ്ലേ. ദ നമ്പർ ഓഫ് ആവറേജ് ഈസ് സെലക്റ്റബിൾ. ആവറേജ് 416, 64, 120. സെലക്ട് നമ്പർ ഓഫ് ആവറേജസ്. ഇനി റൺ സ്റ്റോപ്പ് ബട്ടൺ, അതിലൊരു റൺ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ടായിരിക്കും. പുഷ് ദ റൺ സ്റ്റോപ്പ് ബട്ടൺ വെൻ വാണ്ട് ദി ഓസിലോസ്കോപ്പ് ടു കണ്ടിന്യൂസ്ലി അക്വയർ വേവ് ഫോം. അതിൽ വരുന്ന കണ്ടിന്യൂസ് സിഗ്നലിൽ എന്ത് ചെയ്യും, അത് അക്വയർ ചെയ്യണം അവിടെ. പുഷ് ദ ബട്ടൺ അഗെയിൻ ടു സ്റ്റോപ്പ് അക്വസിഷൻ സിംഗിൾ സിഗ് ബട്ടൺ, ബട്ട് ദ പുഷ് ദി സിംഗിൾ സിഗ് ബട്ടൺ വെൻ യു വാണ്ട് ദ ഓസിലോസ്കോപ്പ് ടു അക്വയർ എ സിംഗിൾ വേവ് ഫോം ആൻഡ് ദെൻ സ്റ്റോപ്പ്. അവിടെ റൺ ഓർ സ്റ്റോപ്പ്, അവിടുത്തെ ഡാറ്റ അക്വസിഷൻ റൺ ചെയ്യണോ സ്റ്റോപ്പ് ചെയ്യണോ എന്ന് തീരുമാനിക്കും. അതിൻ്റെ അക്വസിഷൻ മോഡാണ് സാമ്പിളും പീക്ക് ഡിറ്റക്റ്റും. അതിൻ്റെ സിംഗിൾ സിഗ് ബട്ടൺസ് സീക്വൻസ് ഈസ് കംപ്ലീറ്റ് വെൻ വൺ അക്വസിഷൻ ഈസ് അക്വയർഡ്. ആവറേജ് ആണെങ്കിൽ സീക്വൻസ് ഈസ് കംപ്ലീറ്റ് വെൻ ദ ഡിഫൈൻഡ് നമ്പർ ഓഫ് അക്വസിഷൻ ഈസ് റീച്ച്ഡ്. ഇനി ഓട്ടോ സെറ്റ് എന്ന് പറഞ്ഞാൽ ഓസിലോസ്കോപ്പ് identifies the type of waveform and adjusts control to produce a usable display of input signal. അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ടൈപ്പ് ഓഫ് വേവ് ഫോം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതുപോലെ അത് ഡിസ്പ്ലേ ഇൻപുട്ട് സിഗ്നൽ ഡിസ്പ്ലേ ചെയ്യുന്നു. അതിൻ്റെ ഫങ്ഷൻസ് ആണ് അക്വയർ മോഡ്, അഡ്ജസ്റ്റ് സാമ്പിൾ ടു പീക്ക് ഡിറ്റക്റ്റ്, ഡിസ്പ്ലേ ഫോമാറ്റ് വൈറ്റ്, ഹൊറിസോണ്ടൽ പൊസിഷൻ, ട്രിഗർ കപ്ലിങ്ങിന് അഡ്ജസ്റ്റ് ടു DC, നോയ്സ് റിജക്റ്റ് ഓർ HF റിജക്റ്റ്, ട്രിഗർ ഓൾഡ് ഓഫ് മിനിമം, ട്രിഗർ ലെവൽ സെറ്റ് ടു 50%, ട്രിഗർ മോഡ് ഓട്ടോ, ട്രിഗർ സോഴ്സ് അഡ്ജസ്റ്റഡ് കനോട്ട്. നെക്സ്റ്റ് വരുന്ന കേഴ്സർ ബട്ടൺ ഡിസ്പ്ലേ ചെയ്താൽ ഒരുപാട് മെനു വരും അതിൻ്റെ. അത് ചാനൽ 1 ആണോ, സോഴ്സ് ആണെങ്കിൽ ചാനൽ 1-ലാണോ ചാനൽ 2 ആണോ, നമ്മൾ ഏതിലാണോ ഇൻപുട്ട് കണക്ട് ചെയ്യുന്നത് അപ്പോൾ അത് ചോദിക്കും. ചാനൽ 1 ചാനൽ 2 ആണോ എന്നുള്ളത് ചോദിക്കും. പിന്നെ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ആ കേഴ്സസ് തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് അവിടെ ഡെൽറ്റയിൽ കാണിക്കുന്നത്. കേഴ്സർ 1 എന്ന് പറഞ്ഞാൽ ഒരു പീക്ക് വാല്യൂ, പോസിറ്റീവ് പീക്ക് വാല്യൂ ഡിറ്റക്ട് ചെയ്യുന്നു. കേഴ്സർ 2-ൽ നെഗറ്റീവ് പീക്ക് വാല്യൂ ഡിറ്റക്ട് ചെയ്യുന്നു. ആ ടേബിളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി യൂട്ടിലിറ്റി പുഷ് ദ യൂട്ടിലിറ്റി ബട്ടൺ ടു ഡിസ്പ്ലേ യൂട്ടിലിറ്റി മെനൂസ് വരും. ഡിസ്പ്ലേ സ്റ്റൈല്, ഡിസ്പ്ലേ സെറ്റപ്പ്, RS232 സെറ്റപ്പ്, അതായത് അവിടെ ഉപയോഗിക്കുന്ന പോർട്ട്,
GIPB സെറ്റപ്പ് ഒക്കെ ഇവിടെ. പിന്നെ ലാംഗ്വേജ് സെറ്റപ്പ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്, ഏത് ലാംഗ്വേജ് ആണെന്ന് ആ ലാംഗ്വേജസ്. അപ്പോൾ ഇത് അതിൻ്റെ കുറച്ച് ഒരു DSOയുടെ കൺട്രോൾ സ്വിച്ചസ് ആണ്. നമ്മൾ ഫ്രണ്ട് പാനലിൽ വരുന്ന കുറച്ച് കൺട്രോൾ സ്വിച്ചസ് ആണ്. അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ പഠിച്ചുള്ളത്. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷനിൽ ഇത് കൂടുതൽ മനസ്സിലാക്കും. ഇനി ഇതിൻ്റെ കുറച്ചും കൂടി ബാക്കി വരുന്നത് ഒരു എന്താണ് DSO ഒരു CRO തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതൊക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.